നമ്മളിനി പഠിക്കാൻ പോകുന്ന യൂണിറ്റ് 2, അതിൽ സെക്ഷൻ 2 മെറ്റീരിയൽ കൺട്രോൾ, പ്ലാനിംഗ്, പർച്ചേസ്, റെസീപ്റ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് സ്റ്റോറേജ്. ഇതിലാദ്യം മെറ്റീരിയൽ കൺട്രോൾ. Material control, as already discussed in previous chapter, is a system which ensure provision of material in the right quantity with the right quality at the right time with minimum investment. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് സമയത്ത് നമുക്ക് മെറ്റീരിയൽ കിട്ടണം, അതേപോലെ അത് റൈറ്റ് ക്വാണ്ടിറ്റിയിൽ കിട്ടണം, റൈറ്റ് ക്വാളിറ്റിയിൽ കിട്ടണം, റൈറ്റ് ടൈമിൽ കിട്ടണം, പിന്നെ മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വേണം നമുക്ക് മെറ്റീരിയൽ കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കിട്ടണമെങ്കിൽ റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ടൈം, അതേപോലെ തന്നെ റൈറ്റ് ക്വാളിറ്റി ആൻഡ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്രയും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം മെറ്റീരിയൽ. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ ദ പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ് ആൻഡ് യൂസേജ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ്, യൂസേജ്, ഇതിനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുമ്പോഴാണ് അത് മെറ്റീരിയൽ കൺട്രോളായിട്ട് മാറുന്നത്. ഇവിടെ മെറ്റീരിയലിൻ്റെ എക്സസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. മെറ്റീരിയലിൽ വരുന്ന, അതായത് കുറേ ഫണ്ട് നമുക്ക് ഇൻവെൻട്രീസിൽ ബ്ലോക്കായി പോകത്തില്ല. അപ്പോൾ ഇൻവെൻട്രിയിൽ കുറേ ഫണ്ട് ബ്ലോക്കായി പോകത്തില്ല നമ്മളിങ്ങനെ ചെയ്താൽ, മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടെങ്കിൽ. പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ് ആൻഡ് യൂസേജ് ഓഫ് മെറ്റീരിയൽ, അപ്പോൾ ഇതിൽ നമുക്ക് എക്സസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാം. ഒരു നല്ല മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻറ്റയർ സൈക്കിൾ മോണിറ്റർ ചെയ്യണം. പിന്നെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, ഓർഡർ റിസീവ് ചെയ്യുന്നത്, മെറ്റീരിയൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, മെറ്റീരിയൽ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്, പിന്നെ നമുക്ക് വീണ്ടും മെറ്റീരിയൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടുന്നത് സപ്ലയറുടെ നിന്ന്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്താണ് പോകുന്നത്. എല്ലാ സെൻറ്റേഴ്സിനും ഇതെല്ലാം ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാവും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഡോക്യുമെൻറ്റേഷൻ, അക്കൗണ്ടിങ് സിസ്റ്റം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചായിരിക്കും നമ്മളതെല്ലാം ചെയ്യുന്നത്. ഇനി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സൗണ്ട് മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം. ഒരു നല്ല മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റത്തിൽ ഈ പറയുന്ന 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. 6 കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യും. മെറ്റീരിയൽ പ്ലാനിങ്, മെറ്റീരിയൽ പർച്ചേസിങ്, മെറ്റീരിയൽ റിസീവിങ്, മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ, മെറ്റീരിയൽ സ്റ്റോറേജ് ആൻഡ് മെറ്റീരിയൽ ഇഷ്യൂ. ഒരു നല്ല മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റത്തിൽ ഇത്രയും കാര്യങ്ങൾ വേണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് മെറ്റീരിയൽ പ്ലാനിങ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, suitable classification and codification of all the material items to facilitate the other function of material control system. നമ്മൾ ആദ്യം ക്ലാസിഫൈ ചെയ്ത് കോഡിഫൈ ചെയ്ത് വെക്കണം മെറ്റീരിയൽ എല്ലാം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ഫംഗ്ഷനിലോട്ട് പോകാൻ പറ്റൂ. പിന്നെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് എത്ര മെറ്റീരിയൽ വേണമെന്ന് തീരുമാനിക്കണം. പിന്നെ അഡോപ്ഷൻ ഓഫ് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം, കുറഞ്ഞ് പോകുമ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന രീതിയിലുള്ള പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം വേണം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ഇസ് കണ്ടിന്യൂസ്ലി അവൈലബിൾ ആഫ്റ്റർ എവറി ട്രാൻസാക്ഷൻ. ഈ പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി ബാക്കിയുണ്ട്, എത്ര വാല്യൂവിൻ്റെ ഗുഡ്സ് ഇരിപ്പുണ്ട്, എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അസർട്ടൈൻമെൻറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി പർച്ചേസ് ത്രൂ സെൻട്രലൈസ്ഡ് ഓർ ത്രൂ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്. അപ്പം പിന്നെ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ അറിയാൻ വേണ്ടി ഒന്നുകിൽ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്യാം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടി ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമുള്ളത് അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് വാങ്ങിക്കാം. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് പർച്ചേസ് സിസ്റ്റം വേണം, ഏത് വേണമെന്ന് അസർട്ടൈൻ ചെയ്ത് വെക്കുക. അസർട്ടൈൻമെൻറ്റ് ഓഫ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അസർട്ടൈൻ ചെയ്യുക. പിന്നെ മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, അതെല്ലാം ഓരോ മെറ്റീരിയലിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അസർട്ടൈൻമെൻറ്റ് ഓഫ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, ഇതെല്ലാം ഓരോ മെറ്റീരിയലിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ഉള്ളത് അഡോപ്ഷൻ ഓഫ് ABC. അഡോപ്ഷൻ ഓഫ് ABC എന്ന് പറയുന്നത് ഓൾവേസ് ബെറ്റർ കൺട്രോൾ, അനാലിസിസ് ഫോർ സെലക്റ്റീവ് ആൻഡ് ഫോക്കസ്ഡ് കൺട്രോൾ. അപ്പോൾ വളരെ സെലക്റ്റീവായിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ നമ്മൾ എക്സസൈസ് ചെയ്യും. ഹൈ വാല്യൂ ആൻഡ് ലോ വാല്യൂ ഐറ്റംസിൽ അതിനെയാണ് നമ്മൾ ABC അനാലിസിസ്, ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് VD അനാലിസിസ്, വാല്യുബിൾ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. അനാലിസിസ് ക്യാൻ ബി യൂസ് ഫോർ കൺട്രോളിങ് സ്പെയർ പാർട്സ്. അപ്പോൾ സ്പെയർ പാർട്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് എങ്കിൽ നമ്മളവിടെ വാല്യുബിൾ ആയിട്ടുള്ളത്, എസെൻഷ്യൽസ് ആയിട്ടുള്ളത്, ഡിസൈറബിൾ ആയിട്ടുള്ളത്, അങ്ങനെ സ്പെയർ പാർട്സിനെ തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതർ മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ ABC അനാലിസിസ് യൂസ് ചെയ്തിട്ടായിരിക്കും
മെറ്റീരിയൽ കൺട്രോളിന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. നമുക്ക് എത്ര മെറ്റീരിയൽ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഓട്ടോമേറ്റഡ് പ്ലാനിങ് സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആദ്യം മെറ്റീരിയൽ എത്ര വേണ്ടി വരും എന്ന് നമുക്ക് അസർട്ടൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്ന സമയത്ത് പിന്നെ നമുക്ക് ആദ്യം തൊട്ട് ചെയ്യാൻ വേണ്ടി എത്ര മെറ്റീരിയൽ റിക്വയർമെൻ്റ് ഉണ്ട്, അപ്പോൾ ഓരോ സബ് കോമ്പോണൻറ്റ്, റോ മെറ്റീരിയൽ, അത് ഓരോ സ്റ്റേജിൽ നമുക്ക് എത്ര വേണമെന്നുള്ളത് നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. പിന്നെ ഉള്ളത് മെറ്റീരിയൽ പർച്ചേസ്. അപ്പം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പർച്ചേസിങ് ഫംഗ്ഷനാണ് നമുക്ക് വേണ്ടുന്നത്, ഒരു പർച്ചേസിങ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് കറക്റ്റ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് സപ്ലൈ ചെയ്ത് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സപ്ലയേഴ്സിന് നല്ല സപ്ലയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഉള്ള ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാം, ഫിനിഷ്ഡ് ഗുഡ്സ്. എ സെപ്പറേറ്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എൻഷുർ ദ റൈറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഇസ് ഇൻ ദ റൈറ്റ് quality and the right quantity is purchased from the right source at the right price and time. ഒരു നല്ല പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു സെപ്പറേറ്റ് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽ കറക്റ്റായിട്ടുള്ള ടൈമിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കറക്റ്റ് പ്രൈസിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് ദ റൈറ്റ് ക്വാളിറ്റി ആൻഡ് റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്രൈസ്. അപ്പോൾ ഇത്രയും എൻഷുർ ചെയ്യണേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. Whether an organization opt for centralized purchasing or decentralized purchasing depend on the number of factors such as size of the organization, percentage of material in the total cost and nature of material. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഓർഗനൈസേഷന് ഡീസെൻട്രലൈസ്ഡ് ഉള്ള പർച്ചേസിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലിൻ്റെ നേച്ചർ അനുസരിച്ചിരിക്കും. അപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റേ കാണത്തുള്ളൂ. അതായിരിക്കും ആ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഒറ്റ പ്ലേസിലായിരിക്കും എപ്പോഴും ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിന് സബ് യൂണിറ്റ്സ് കാണും ഡിഫറെൻറ്റ് പ്ലേസസിൽ. അപ്പോൾ അവിടെ നിന്നായിരിക്കും നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ആ റിക്വസിഷൻ ഫോം അയച്ചു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായിട്ടുള്ള പർച്ചേസ് അവർ ചെയ്തോളും. സെൻട്രലൈസ് സിസ്റ്റത്തിനാണെങ്കിൽ ബൾക്കായിട്ടല്ല വാങ്ങിക്കുന്നത്. അപ്പം സെൻട്രലൈസ് സിസ്റ്റം ആയിരുന്നെങ്കിൽ അവിടെ നമുക്ക് ഡിസ്കൗണ്ടൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു അത്രയും ഡിസ്കൗണ്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. സെൻട്രലൈസ് സിസ്റ്റം ആണെങ്കിൽ ബൾക്ക് പർച്ചേസ് അല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ഡിസ്കൗണ്ട്സ് ഒന്നും വരുന്നില്ല. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് വെൻ ബ്രാഞ്ചസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഫാർ അവേ, അപ്പം ദൂരമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നത് എപ്പോഴും നല്ലത്. നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് വാങ്ങിയിട്ട് എത്തിച്ചു കൊടുക്കുന്നതിന് ചിലവ് കൂടുതലായിരിക്കും. അപ്പോൾ ദൂരെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ബ്രാഞ്ചസ് ഒക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നതിനായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ കൂടുതൽ ഓർഗനൈസേഷൻസും സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു പർച്ചേസിങ് സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. മെറ്റീരിയൽസ് ഓഫ് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ആൻഡ് റിക്വയർഡ് ഇൻ ബൾക്ക് ആർ റിസർവ്ഡ് ഫോർ സെൻട്രലൈസ്ഡ് പർച്ചേസിങ്, വൈൽ ഹൈലി ടെക്നിക്കൽ മെറ്റീരിയൽ, സ്മോൾ വാല്യൂ മെറ്റീരിയൽ ഓർ മെറ്റീരിയൽ അവൈലബിൾ ചീപ്പർ ഇൻ ലോക്കൽ മാർക്കറ്റ് ആർ അലൗഡ് ടു ബി പർച്ചേസ്ഡ് ബൈ ദ യൂസർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രമായിരിക്കും സെൻട്രലൈസ് പർച്ചേസിങ് സിസ്റ്റം മേടിച്ചു കൊടുക്കുന്നത്. ബാക്കി ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എന്ത് ചെയ്യും, അതാത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മേടിച്ചോളും. ഇനി ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് മെറ്റീരിയൽ ആ സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുക. ഇവിടെ എന്ന് പറയുന്നത് ലീഡ് ടൈം ഇല്ല, നമുക്ക് കൊണ്ടുവന്ന് തരാനുള്ള സമയം എന്ന് പറയുന്നത് 0 ആയിട്ടാണ് കണക്കാക്കുന്നത്, അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോൾ ഓർഡർ ചെയ്യുന്നോ അപ്പോൾ തന്നെ നമുക്ക് ഗുഡ്സ് എത്തിച്ചു തരും. അതാണ് ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിങ്. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോഴും വാങ്ങിക്കാം. ഓക്കെ, അപ്പം ആവശ്യമില്ലാതെ നമ്മൾ റോ മെറ്റീരിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കുറയ്ക്കാം എന്നാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ റിക്വയർമെൻറ്റ് ഉള്ളപ്പോൾ മാത്രമേ ഇവിടെ ഓർഡർ പ്ലേസ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പിൽഫറേജ്, സ്പോയിലേജ്, ഒബ്സോളസൻസ് ഒന്നും വരത്തില്ല. ദിസ് നീഡ് എ ക്ലോസ് റിലേഷൻ വിത്ത് സപ്ലയർ ആൻഡ് ഫ്രീക്വൻറ്റ് ഡെലിവറീസ് ഓഫ് സ്മോൾ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നല്ല കസ്റ്റമറുമായിട്ട് ഒരു നല്ല റിലേഷൻ, നമ്മൾ സപ്ലയറുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടൈമിൽ അവർ ഈ ഒരു ഗുഡ്സ് എത്തിച്ച് തരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇൻ ടൈം പർച്ചേസ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു സപ്ലയർ വേണം. അതുപോലെ അവർ സ്മോൾ ക്വാണ്ടിറ്റീസ് കറക്റ്റായിട്ട് സപ്ലൈ ചെയ്ത് തരുകയും വേണം. ദ ഗ്യാരണ്ടീഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ഡയറക്ട്ലി ഡെലിവേർഡ് ടു ദ ഷോപ്പ് ഫ്ലോർ ജസ്റ്റ് വെൻ നീഡഡ്. എപ്പോഴാണോ ആവശ്യം അപ്പോഴായിരിക്കും അത് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി പർച്ചേസ് പ്രൊസീജിയർ. ആദ്യം എന്താ ചെയ്യുക, നമ്മളൊരു പർച്ചേസ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ റിക്വസിഷൻ സ്ലിപ്പ് അയച്ചു കൊടുക്കും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്.
അല്ലെങ്കിൽ അത് നമ്മൾ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരിക്കും അയക്കുന്ന റെഗുലർ സ്റ്റോക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ. അല്ലെങ്കിൽ ഏതാണോ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യലൈസ്ഡ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരിക്കും അയക്കുന്നത്. ദ പർച്ചേസ് റിക്വസിഷൻ ഈസ് ദ ഫോർമൽ റിക്വസ്റ്റ് മെയ്ഡ് ബൈ ദ സ്റ്റോർ ഓർ ദ യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് ടു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊരു ഫോർമൽ റിക്വസ്റ്റായി. ഈ പറയുന്ന പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫോർമൽ റിക്വസിഷനാണ്. This requisition contain complete details such as the date of making the request, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റീരിയൽ. അതായത് ഇതിനകത്ത് സർവത്ര ഡീറ്റെയിൽസും കാണും. എന്നാണ് ഈ റിക്വസ്റ്റ് വെക്കുന്നത്, എത്ര ക്വാണ്ടിറ്റി വേണം, എത്ര ക്വാളിറ്റി വേണം, പിന്നെ മെറ്റീരിയൽ നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ട് അതിനെന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അത് പറയണം, കോഡ് നമ്പർ, മെറ്റീരിയലിൻ്റെ കോഡ് നമ്പർ, അപ്പം ഏത് ഡേറ്റിൽ വേണം എന്ന് വരെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഒരു പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു പർച്ചേസ് റിക്വസിഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സ്പെസിമെൻ ഓഫ് പർച്ചേസ് റിക്വസിഷൻ ഓർ ഇൻറ്റൻറ്റ്. XYZ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്, പർച്ചേസ് റിക്വസിഷൻ റെഗുലർ ആണോ സ്പെഷ്യൽ ആണോ, പർച്ചേസ് റിക്വസിഷൻ നമ്പർ, ഡേറ്റ്, ഏത് ഡേറ്റിൽ വേണം, പിന്നെ അതിൻ്റെ സീരിയൽ നമ്പർ, സ്റ്റോർ കോഡ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ, ഗ്രേഡ് അല്ലെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, റിമാർക്സ്, പിന്നെ ആരാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, അത് ചെക്ക് ചെയ്തു ആര് അപ്രൂവ് ചെയ്യും, ഇതെല്ലാ ഡീറ്റെയിൽസും ഇതിൽ വേണം. ഇനി ഫോർ ദ യൂസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫില്ല് ഏത് കൊട്ടേഷനിൽ നിന്നാണ് എടുത്തത്, ഏത് സപ്ലയറുടെ നിന്നാണ് തരുന്നത്, ഏത് പർച്ചേസ് ഓർഡറിൽ പെടുന്നതെന്നൊക്കെ അവരത് എഴുതിക്കോളും. അപ്പോൾ അതാണ് നമ്മുടെ പർച്ചേസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത് ട്രിപ്ലിക്കേറ്റ് കോപ്പി ആയിട്ടാണ്, അതായത് 3 കോപ്പി പ്രിപ്പയർ ചെയ്യും നമ്മൾ പർച്ചേസ് റിക്വസിഷൻ്റെ. 1 കോപ്പി നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കും ഫോർ ഇനിഷ്യേറ്റിംഗ് ദ പർച്ചേസ് പ്രൊസീജിയർ. പർച്ചേസ് പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. സെക്കൻഡ് വൺ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. അവർക്ക് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് കോപ്പി എന്ന് പറയുന്നത് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. തേർഡ് കോപ്പി റിറ്റെയിൻ ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഇനിഷ്യേറ്റിംഗ് ദ പർച്ചേസ് റിക്വസിഷൻ. അതായത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആണോ പർച്ചേസ് റിക്വസിഷൻ ഇഷ്യൂ ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും 3ാമത്തെ കോപ്പി കയ്യിൽ വെച്ചിട്ടുണ്ടാവുക.